ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നിങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, നിന്നെയോത്തിൽ പൊട്ടിനടിച്ചു പോകണമേ. എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവ നീയാകുന്നു. എൻ്റെ വീട്ടിൽപരമായ നമ്മുടെ കർത്താവായ യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. വിശുദ്ധിയുള്ള കന്യാസ്ത്രീ തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ ഭരണനാഴികരും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ സമ്മിശ്രമായ വികാരങ്ങൾ നമ്മെ എല്ലാവരെയും ഭരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഈ സ്ഥലത്ത് എത്തുമ്പോൾ 10-20 വർഷങ്ങൾക്ക് മുമ്പുള്ള ഓർമ്മകൾ, അതിൽ നിന്നുണ്ടാകുന്ന സന്തോഷവും ഒരു ആനന്ദവും പ്രത്യേകമാണ്. 1995 കുട്ടിക്കാനം ജംഗ്ഷനിൽ വന്നു നിന്നുകൊണ്ട് പരിശുദ്ധ ബാവ ബെസേലിയോസ് മാത്യുസ്ഥിതൻ ബാവയുടെ കൂടെ വരുന്ന അവസരത്തിൽ കുട്ടിക്കാനം ജംഗ്ഷനിൽ നിന്നുകൊണ്ട് 3-4 മലകൾ കാണിച്ചു. ഇതാണ് നമ്മളെ എഞ്ചിനീയറിംഗ് കോളേജിന് വേണ്ടി വാങ്ങിക്കാൻ പോകുന്ന സ്ഥലം. ഒരുപക്ഷെ മോശ കനാൻ ദൂരെ നിന്ന് കണ്ടതുപോലെ ഇപ്പോൾ ഇവിടെ കനാനിലേക്ക് കടന്നു വന്ന ഒരു സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ അനുഗ്രഹകരമായ ഈ സമ്മേളനം ഇവിടെ നടത്തുവാൻ തക്കവണ്ണം ആലോചന വന്നപ്പോൾ അതിനുവേണ്ടി അന്ന് മുതൽ പ്രാർത്ഥിക്കുകയും ഇത്രമാത്രം വിജയകരമായി നടത്തുവാൻ സഹായിച്ച ദൈവത്തെ മുന്നമേ സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ നമ്മുടെ കോൺഫറൻസിൻ്റെ അവസാന സമയത്തേക്ക് നമ്മൾ വരുന്നു. പരിശുദ്ധ ബാവാതിരുമേനി പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനമേൽ ആരൂഢനായിരിക്കുന്ന പരിശുദ്ധ ബാവാതിരുമേനി സഭയുടെ എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടുകൂടി ഇടപെട്ടുകൊണ്ട് ഒരു അനുഗ്രഹകരമായ മുന്നേറ്റം അദ്ദേഹത്തിൻ്റെ കാലത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണ്. അതിനുള്ള ആരോഗ്യവും ആയുസ്സും ആ പിതാവിന് നൽകട്ടെ എന്ന് ദൈവനാമത്തിൽ ആദ്യമായി ആശംസിക്കുന്നു. ഈ മാസം അവസാനത്തോടുകൂടി പിതാവിൻ്റെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കുകയാണ്. ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ആത്മീയ പിതാവായ He is the supreme head of Malankara Orthodox Church as well as our spiritual supreme head. That is our moral obligation. We should remember our beloved Holy Father in our intercessions every day. That is our moral obligation. So that He can do something great for our Lord in this world, especially for our Malankara Orthodox Church. On behalf of our GOIC, on behalf of MOC Doha, on behalf of OCYM Doha, and on behalf of all those who are gathered here, I welcome our beloved, respected Holy Father in midst of us with all enthusiasm. Now I welcome Mr. Shaiji to express our love with a bouquet of flowers. Our chief guest is Beatitude Makarios. He is Archbishop of Doha. We are staying in the same premises in Doha. His Eminence Makarios of Greek Orthodox Church, Archbishop of Doha. We all Christians staying together in the same premises, and His Eminence is the President of the Christian community and representing all issues to the Qatar government. And last year, our beloved Holy Father came there. We had a ecumenical meeting, and His Eminence came there. He delivered a very good message
and our Baba Tirumeni also experienced his love and concern there. So when we started the meeting to think about GOIC, many people suggest the name of His Eminence. He is willing to come here. He said, "That is my ambition to visit India, especially Orthodox Church." And last night, 28th night, he came from Jerusalem. After 2 hours, he took the flight to India, taking so much pain to give a message and concern and love to the Greek Church and especially to the youth of the Orthodox churches. So I think he will motivate us through his experience. He is serving the Doha community for last so many years. So on behalf of Malankara Orthodox Church, on behalf of all the bishops, on behalf of the spiritual father, our Holy Father, and all the Achans and all the people those who are gathered here, on behalf of GOIC, on behalf of OCY of Doha Unit, I welcome His Eminence or Macarius in the midst of us. As a chief guest, I invite Mr. Samputi to give a bouquet of flower as a symbol of our love. അഭിനന്ദനായ ഗീവർഗീസ് മാർ കുർലോസ് തിരുമേനി, ബോംബെ മദ്രാസ് മെത്രാപ്പൊലീത്തയായും സഭയുടെ മാർ ഗ്രിഗോറിയോസ് സ്റ്റുഡൻസ് മൂവ്മെൻറ്റിൻ്റെ പ്രസിഡൻ്റായിട്ടും പ്രവർത്തിക്കുന്നു. അതിലുപരിയായി ബോംബെ പഠനത്തിൽ പല ഓർഗനൈസേഷൻ്റെയും ചുമതല വഹിക്കുന്നു. പ്രത്യേകിച്ച് മഹാരാഷ്ട്ര ക്രിസ്ത്യൻ കൗൺസിൽ ഓഫ് ചർച്ചസ്, Bible Society Auxiliary and Seminary Committee, and in many places he is leading the Christian community in Mumbai metropolitan cities in his potentialities. So, and from the beginning of the GOIC meetings, we are taking the advices from the Tirumeni, and he is guiding us, and he is with us always. On behalf of all people those who are gathered here, on behalf of GOIC, I welcome our beloved Diocesan Metropolitan in midst of us. I invite Mr. Kuriakos, Mr. Soji to come forward to give a bouquet of flower. It's a symbol of our love and concern. അഭിനന്ദനായ യൂഹാനന്മാർ പോളിക്കോർപ്പസ് തിരുമേനി മലങ്കര സഭയുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റാണ്. കഴിഞ്ഞ 2 ദിവസമായി നമ്മുടെ കൂടെ ഇവിടെ ഉണ്ട്. ഈ പ്രവർത്തനങ്ങളുടെ ആദ്യോടന്തം, അതുമാത്രമല്ല ഈ പ്രവർത്തനം GOICയുടെ കഴിഞ്ഞ മീറ്റിങ്ങിന് ശേഷമുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും കാലാകാലങ്ങളിൽ വേണ്ട നിർദ്ദേശം തന്ന് അതിന് വേണ്ടതായ പ്രാർത്ഥനയും ആത്മീയ ഗൈഡൻസും തന്ന് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 2 ദിവസമായി ഇവിടെ നമ്മുടെ കൂടെ ഉണ്ട്. അനുഗ്രഹമായ പ്രഭാഷണങ്ങളും വിശുദ്ധ കുർബാനയും ഒക്കെ നടത്തുവാനായിട്ട് സാധിച്ചു. അതിനുള്ള താല്പര്യവും അതിനുള്ള സ്നേഹവും നമ്മോട് പ്രകടിപ്പിച്ചു. ഈ GOIC പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ആ പിതാവ് ചെയ്ത എല്ലാ നന്മയ്ക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നിങ്ങളെല്ലാവരുടെയും നാമത്തിൽ, പ്രത്യേകാൽ ദോഹ OCYയുടെ നാമത്തിൽ അഭിനന്ദനായ യൂഹാനന്മാർ പോളികാർപ്പോസ് തിരുമേനിയെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. Mr. Liku is coming forward and he is handing over a bouquet of flower as a symbol of our love. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മറ്റു പ്രിയ അച്ഛന്മാർ, പ്രത്യേകിച്ച് നമ്മുടെ യുവന പ്രസ്ഥാന സെക്രട്ടറി ബഹുമാനായ ജസ്രച്ചൻ, ബഹുമാനായ വൈസ് പ്രസിഡന്റ് അച്ഛൻ ബഹുമാനപ്പെട്ട ഫിലിപ്പ് തർണച്ചൻ, സമയം ദീർഘിപ്പിക്കാതെ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി മിസ്റ്റർ അനിൽ മുൻപോട്ട് കടന്നു വന്ന് ജസ്രച്ചൻ ബൊക്കെ നൽകി ഹാർദവമായ സ്വാഗതം. അടുത്തതായിട്ട് ഫിലിപ്പച്ചന്
ബൊക്കെ നൽകി നമ്മളുടെ എല്ലാ സ്വാഗതവും സ്നേഹവും ട്രഷറർ ലിജു ബി തോമസിൻ്റെ ദിവസമായി നമ്മുടെ കൂടെ ഇവിടെ ഉണ്ട്. എല്ലാവിധമായിട്ടുള്ള സ്വാഗതം അർപ്പിക്കുന്നു. മറ്റ് ഇവിടെ വേദിയിൽ വിവക്ഷരായിരിക്കുന്ന വന്ധ്യനായ ജോൺസൺ തിരുത്തലാട്ടച്ചൻ, വന്ധ്യനായ പെരുമാളാച്ചൻ, MOC ട്രസ്റ്റി മിസ്റ്റർ കോശി ജേക്കബ്, മാനേജിംഗ് കമ്മിറ്റി അംഗം മിസ്റ്റർ തോമസ് കണ്ണങ്കര, OCYM GOYC കൺവീനർ മിസ്റ്റർ ജിജി ജോൺ, OCYM ദോഹ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് മിസ്റ്റർ ജോസഫ്, OCYM ദോഹ യൂണിറ്റ് സെക്രട്ടറി മിസ്റ്റർ ബിലാഷ് ബെഹനാൻ, എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ വിരമിക്കുന്നു. പ്രത്യേകാൽ ഈ കോൺഫറൻസിനെ ധന്യരാക്കിയ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം അനുഗ്രഹപ്രദമായിരുന്നു. ഇത്രയും പെയിനെടുത്ത് ഇവിടെ വന്നതിൽ ഉള്ള സ്നേഹം മുന്നമേ അറിയിക്കുന്നു. എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. Beloved Chief Guest, Your Eminence, Archbishop of Makarios, അധ്യക്ഷവേദിയിൽ ഉപേക്ഷിതരായിരിക്കുന്ന സഹോദര മെത്രാപ്പൊലീത്തന്മാരെ, മറ്റ് വൈദിക ശ്രേഷ്ഠരെ, ഗൾഫ് മേഖലയിലെ യുവജന പ്രസ്ഥാനത്തിൻ്റെ വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, വാത്സല്യം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, first of all, I would like to extend our hearty greetings and welcome to Your Eminence, Archbishop Makarios of the Greek Orthodox Patriarchate of Jerusalem. It is indeed a matter of greater delight to meet and greet our Orthodox brethren. After we have assumed our humble office as the head of this church in 2010, in these last 6 years, we have completed one round journey to the Oriental Orthodox family of churches. We are now revisiting our church's relations to the Eastern Orthodox fraternity. It is a matter of greater joy to commence our fraternal initiations with the Patriarchate of the Holy Land, Your Eminence. We take this opportunity to express our heartfelt gratitude to you for all the brotherly affection you are extending to our community in the state of Qatar. Our clergy and faithful inform me of Your Eminence's love and care to our community there. Please extend our love and prayers and affections to Patriarch His Holiness Theophilos III of Jerusalem. Thank you once again for your fraternal visit. May God bless your ministry there. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഗൾഫ് മേഖലയിലെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഒരു മേഖലാ സംഗമം മലങ്കര സഭയുടെ
പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് ദിദിയൻ ബാബ തിരുമേനിയുടെ പേരിൽ ആരംഭിച്ചിരിക്കുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനം വെച്ച് നടത്തപ്പെടുകയാണ്. ഈ സമ്മേളനത്തിൽ വന്ന് സംബന്ധിക്കുകയും ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ തക്കവണ്ണം ഇടയായതിൽ ഏറെ സന്തോഷവും ആനന്ദവും ഞാൻ അനുഭവിക്കുകയാണ്. യുവജന പ്രസ്ഥാനം ഗൾഫ് മേഖലയിൽ പ്രവർത്തിക്കുന്ന കാരുണ്യ പ്രവർത്തനങ്ങളും സഭയോട് ഉള്ള കൂറും സ്നേഹവും ഭക്തിയും എല്ലാം വളരെ സന്തോഷത്തോടെ ഞാൻ നോക്കി കാണുകയാണ്. കാലാകാലങ്ങളിൽ നമ്മുടെ പിതാക്കന്മാർ അനുഭവിച്ചിട്ടുള്ള, അവർ യാത്ര ചെയ്തിട്ടുള്ള ആ വഴികളിലൂടെ തന്നെ നാമും യാത്ര ചെയ്യുകയാണ്. മലങ്കര സഭയുടെ പൈതൃകം എന്ന് പറയുന്നത് 20 നൂറ്റാണ്ടുകളിൽ അധികം ഉണ്ടായിട്ടുള്ളതാണ്. നാം ഇവിടെ ഒരു നാഷണൽ ചർച്ച് ഓർ ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് എന്ന് അവകാശപ്പെടുന്ന ഒരു പുരാതന ഓർത്തഡോക്സ് സഭയുടെ സന്താന പരമ്പരകളാണ് നാം. കർത്താവായ യേശു മിശിഹായുടെ 12 അപ്പോസ്തലന്മാരിൽ ഒരു അപ്പോസ്തലനായിരിക്കുന്ന പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ കേരളത്തിൽ വന്ന് കർത്താവായ യേശു മിശിഹായെ നമുക്ക് പരിചയപ്പെടുത്തുകയും സുവിശേഷം പകർന്ന് തരികയും ചെയ്തു. ആ പൈതൃകത്തിന്റെ അനന്തരാവകാശികളാണ് നാം. ഈ പൈതൃകം അവകാശപ്പെടുവാൻ കേരളത്തിലോ ഭാരതത്തിലോ മറ്റ് ഒരു ക്രിസ്തീയ സഭാവിഭാഗത്തിന് കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആ പൈതൃകം കാത്തു സൂക്ഷിക്കുകയും ഈ വിശ്വാസം കാത്തു പാലിക്കുകയും ചെയ്യുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ളത് മറന്നുകൂടാ. കർത്താവായ യേശു ക്രിസ്തു ഏകനേയുള്ളൂ. യേശു ക്രിസ്തുവിന്റെ പ്രഭാഷണങ്ങളും ഉപദേശങ്ങളും എഴുതപ്പെട്ടിട്ടുള്ള വേദപുസ്തകം ഒന്നേയുള്ളൂ. ഒരു യേശു ക്രിസ്തു, ഒരു വേദപുസ്തകം. പക്ഷേ വിശ്വാസത്തിന്റെ വഴികൾ വ്യത്യസ്തമാണ്. വിശ്വാസത്തിന് വ്യത്യസ്തമായ പാരമ്പര്യങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും വഴികളും നിലവിലുണ്ട്. പക്ഷേ ഈ വിശ്വാസ ധാരയിലൂടെ നാം മുന്നേറുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുവാനും അവിടെ എത്തിപ്പെടാനുമാണ് എന്ന് പറയുന്നത് ഒട്ടും അതിശയോക്തിയായിട്ട് കരുതേണ്ടതില്ല. അതുകൊണ്ട് യുവജന പ്രസ്ഥാനം ഗൾഫ് മേഖലകളിലെ ഇന്ന് വളരെ ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കുകയും ഉത്തരവാദിത്വമുള്ള മലങ്കര സഭയുടെ മക്കൾ എന്നുള്ള നിലയിലുള്ള നിങ്ങളുടെ പ്രവർത്തന ശൈലികളെയും ഞാൻ ഏറെ അനുമോദിക്കുകയും നിങ്ങൾക്ക് ആശംസ നേരുകയുമാണ്. നമ്മുടെ വിശ്വാസധാരയിലൂടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. അതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒരു മനുഷ്യ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം എന്നാണ്. 2 ലക്ഷ്യങ്ങളാണ് ഓരോ മനുഷ്യ ജീവിതത്തിനും ഉള്ളതെന്നാണ് ഞാൻ കരുതുന്നത്. ഒന്ന്, ഒരു ഷോർട്ട് ടേം ഗോൾ. 2, ലോങ് ടൈം ഗോൾ. ഒന്ന്, ഒരു താൽക്കാലികമായ ജീവിത ലക്ഷ്യം. താൽക്കാലികമായ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ലോകത്തിൽ ജീവിച്ച് വളർന്ന് വലുതാകുകയും ആരോഗ്യം, അതുപോലെ ഉദ്യോഗം, ധനസമ്പാദനം, കാരുണ്യ പ്രവർത്തനങ്ങൾ, ഇങ്ങനെ ഒട്ടേറെ ലക്ഷ്യങ്ങൾ ഒരു ഹ്രസ്വ കാലാടിസ്ഥാനത്തില് നേടിയെടുക്കുവാൻ നാം തത്രപ്പെടുകയാണ്. അത് ഒരു ഷോർട്ട് ടേം ഗോൾ പോലെ മാത്രമേ എടുക്കേണ്ടതുള്ളൂ. എന്നാൽ ഒരു ലോങ് ടേം ഗോൾ നമുക്കുണ്ട്. ഒരു സ്ഥിരതയുള്ള ഒരു പരമമായ ഒരു ജീവിത ലക്ഷ്യമുണ്ട്. പരമമായ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവാന്വേഷണമാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ജീവിതം നാം രൂപപ്പെടുത്തി എടുക്കുന്നതാണ് ഓരോ മനുഷ്യ ജീവിതത്തിൻ്റെയും ഏറ്റവും മുഖ്യമായ ജീവിത ലക്ഷ്യമായി നാം കാണുകയും കരുതുകയും വേണം. യേശു ക്രിസ്തു പിതാവാം ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തന്നു.
ആ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ലോകമെമ്പാടും യാത്ര ചെയ്ത് പിതാവാം ദൈവത്തെയും പുത്രനാം ദൈവത്തെയും പരിശുദ്ധ റൂഹായാകുന്ന ദൈവത്തെയും പരിചയപ്പെടുത്തി. മാത്രമല്ല, ആ പരിചയപ്പെടുത്തലിലൂടെ ക്രിസ്തുവിന്റെ പാത പിന്തുടർന്ന് മനുഷ്യരാശിയെ മുഴുവൻ സ്നേഹിക്കുവാനും സഹോദര തുല്യം അവരെ കരുതുവാനുമുള്ള വലിയ ഉത്തരവാദിത്വമാണ് നമ്മുടെ മുൻപിലുള്ളത്. അതുകൊണ്ട് തന്നെ ആരാധനയും വിശ്വാസവും ഒരു വിധത്തിൽ നാം പുലർത്തുമ്പോൾ കാരുണ്യ പ്രവർത്തനങ്ങളും മറ്റുള്ളവരെ കരുതുവാനുള്ള ആ ജീവിത വ്യഗ്രതയും നമുക്ക് എന്നും ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകുകയുള്ളൂ. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ ഭാരതത്തിൽ വന്ന് പ്രവർത്തിച്ചതും അത് തന്നെയല്ലേ. യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുത്തു. അവിടെ കൊണ്ട് മാത്രം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെട്ടില്ല. മഹാരാജാവിൽ നിന്ന് ധനം ശേഖരിച്ച് ദരിദ്രന്മാരും രോഗികളുമായിട്ടുള്ളവർക്ക് അത് വിതരണം ചെയ്ത് ക്രിസ്തുവിന്റെ വാക്കുകൾ പ്രവൃത്തിപഥത്തിൽ വരുത്തുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. ഗോസ്പൽ ഇൻ ആക്ഷൻ, ഗോസ്പൽ ഇൻ ആക്ഷൻ. ആ വിധത്തിലാണ് പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ ഭാരതത്തിൽ സഭയുടെ സ്ഥാപനവും തുടർന്നുള്ള പ്രവർത്തനവും ആവിഷ്കരിച്ചത് എന്ന് മറന്നുകൂടാ. എല്ലാ അപ്പോസ്തലന്മാരും ഈ വിധത്തിൽ തന്നെയാണ് പ്രവർത്തിച്ചിട്ട് ഉള്ളത് എന്ന് വരികളിലൂടെ വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ നോക്കും അവരുടെ ജീവചരിത്രങ്ങൾ. അതുകൊണ്ട് ക്രൈസ്തവ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമായിട്ട് വിശ്വാസ സ്ഥിരതയുള്ള ഒരു ജീവിത ശൈലിയും അതോടൊപ്പം തന്നെ സമൂഹത്തിൽ ഏറ്റവും അവഗണിക്കപ്പെടുന്നവരും ഏറ്റവും ജീവിതം വളരെ വെല്ലുവിളികളോടെ ദുഷ്കരമായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവരുമായവരെ കരുതുന്ന ഒരു സ്നേഹത്തിന്റെ വഴി, അതാണ് കുരിശിന്റെ പാത എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിനെ ദൈവസന്നിധിയിലേക്ക് അല്ലെങ്കിൽ മനുഷ്യരാശിയെ ദൈവസന്നിധിയിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം തെരഞ്ഞെടുത്തത് കുരിശിന്റെ പാതയാണ്, കുരിശിന്റെ വഴിയാണ്. കുരിശിന്റെ വഴി എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ വഴിയാണ്. കുരിശിന്റെ വഴി എന്ന് പറയുന്നത് ത്യാഗത്തിന്റെ വഴിയാണ്. കുരിശിന്റെ വഴി എന്ന് പറയുന്നത് കഷ്ടപ്പാടുകളുടെ വഴിയാണ്. ഇങ്ങനെ അനവധി കാര്യങ്ങൾ ഒരുമിച്ച് ഒരു മനുഷ്യ ജീവിതത്തിൽ പുലർത്തുവാൻ നമുക്ക് കഴിയുമെങ്കിൽ അത് തീർച്ചയായും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതും യേശുക്രിസ്തുവിന്റെ ജീവിതത്തോട് അനുരൂപപ്പെട്ട് ജീവിക്കുവാനുള്ള ഒരു ശൈലിയുമായിട്ട് നിങ്ങൾ കാണണം. ഞാൻ എൻ്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. 1-2 ദിവസമായി നിങ്ങൾ ഈ വളരെ വിശാലമായ പ്രകൃതി സൗന്ദര്യം ഏറെ തിളങ്ങുന്ന മലങ്കര സഭയുടെ അഭിമാന സ്തംഭം എന്ന് പറയപ്പെടാവുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വന്ന് താമസിക്കുകയും ഇവിടെയുള്ള അന്തരീക്ഷവുമായി പരിചയപ്പെടുകയും ഇവിടെ ഇരുന്ന് നിങ്ങൾ കേൾക്കുകയും ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സന്തോഷ അനുഭവമായിട്ട് ഞാൻ കാണുന്നത്. ഈ നല്ല നിലവാരം, ഈ നല്ല സന്ദർഭം നിങ്ങൾ ഉപയോഗപ്പെടുത്തി കർത്താവായ യേശുക്രിസ്തുവിനെ കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പിതാക്കന്മാർ നമ്മെ ഏൽപ്പിച്ച വിശ്വാസ ധാരയെ ബലപ്പെടുത്തുവാൻ തക്കവണ്ണം പരിശുദ്ധ സഭയെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ സമൂഹത്തെ കരുതുകയും ചെയ്യുന്ന ഒരു ജീവിതശൈലി ഇനിയും കൂടുതൽ ശക്തിയോടെ തുടരുവാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഗൾഫ് മേഖലയിലുള്ള എല്ലാ ഇടവകകളിലെയും യുവജന പ്രസ്ഥാന പ്രവർത്തനങ്ങൾക്ക് എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഞാൻ ഈ സമാപന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. ദൈവം നിങ്ങളെ തിരുമേനിയുടെ വാക്കുകളോടൊപ്പം ഹൃദയമായിട്ടുള്ള ആശംസകൾ നേരുകയാണ്. ഈ പ്രദേശത്ത് വെച്ച് നടത്താനിടയായത് ഭാഗ്യമായി കരുതുകയാണ്. അനുഗ്രഹങ്ങളുടെ നിറവാണ്. അഭിമന്യ മക്കാരിയോസ് തിരുമേനിയെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക ദൗത്യമാണ് എനിക്കുള്ളത്. അദ്ദേഹം ഗ്രീസിനടുത്ത് ക്രീറ്റ് എന്ന് പറയുന്ന ഒരു ദ്വീപിലാണ് ജനിച്ചത്. ലോകപ്രസിദ്ധമാണ് ക്രീറ്റ്. ക്രിസ്തീയ വിശ്വാസത്തിൽ പ്രത്യേകിച്ചും ഓർത്തഡോക്സ് പാരമ്പര്യത്തിന്റെ സമ്പന്നതയിൽ ആ പ്രദേശത്ത് ജനിക്കുകയും 1968 അദ്ദേഹം ജനിച്ചു കഴിഞ്ഞിട്ട്
അദ്ദേഹം പല പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെട്ടു. യെരുശലേമിലാണ് അദ്ദേഹത്തിന് കൂടുതൽ സമയം ചെലവഴിക്കാനിടയായത്. 1980 മുതൽ അവിടെ പഠിക്കുകയും വളരുകയും ചെയ്തു. സെക്യുലർ വിദ്യാഭ്യാസത്തിലും ആധ്യാത്മിക രംഗത്തുള്ള പഠനത്തിലും വളരെ സജീവമായിട്ട് പഠിച്ചു. ഗ്രീക്ക് ഭാഷയിൽ വ്യുൽപ്പത്തിയുള്ള ഒരാൾ ഇംഗ്ലീഷിലും മറ്റ് പല ലാംഗ്വേജിലും കഴിവുള്ളവനായിട്ട് അതിൻ്റെ സാമർഥ്യം തെളിയിച്ച പല അനുഭവങ്ങളുണ്ട്. ജെറുസലേമിൽ വളരെയധികം ദീർഘകാലം അദ്ദേഹം പ്രവർത്തിച്ച സാഹചര്യങ്ങളുണ്ട്. നിങ്ങളിൽ പലരും പോയിട്ടുള്ള ഹോളി സെപ്പൾക്കർ എന്ന് പറയുന്ന വളരെ വിശുദ്ധ സ്ഥലം, രക്ഷകനായ മിശിഹാ തമ്പുരാന്റെ മരണവും ഉയർപ്പും എല്ലാം കൂടെ ഉൾപ്പെടുന്ന ഒരു ആരാധനാ സമുച്ചയമാണ് ഹോളി സെപ്പൾക്കർ. കുറച്ച് പേരെങ്കിലും പോയിട്ടുണ്ടാവും. ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ്. അതിൻ്റെ ഉത്തരവാദിത്വം, അതിനെക്കുറിച്ചുള്ള പഠനവും നടത്തി, അദ്ദേഹത്തിൻ്റെ ഉപരിപഠനം നടത്തി അംഗീകാരം തേടിയ ഒരു വ്യക്തിയാണ്. പേട്രിയാർക്ക് ഓഫ് ജെറുസലേമിൻ്റെ കീഴിൽ അദ്ദേഹം പല നിലകളിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ പല മടങ്ങ് പല തലത്തിലുള്ളതാണ്. അദ്ദേഹം പിന്നീട് 2002 മുതൽ ജോർദാനിൽ കുറച്ചാൾ പ്രവർത്തിച്ചു. 2002-2003 കാലഘട്ടങ്ങളിൽ ആ സമയത്ത് അറബി ഭാഷ ഉൽപ്പത്തി സമ്പാദിച്ചു. അതുകൊണ്ട് ഗൾഫ് പ്രദേശങ്ങളിൽ അവിടുത്തെ അധികാരികളുമായിട്ട് അവർക്ക് താല്പര്യമുള്ള ഭാഷയിൽ സംസാരിക്കാനും ഇടപെടുവാനും സാധിക്കുന്നതുകൊണ്ട് ഓർത്തഡോക്സ് സമൂഹത്തിന് വളരെ വിലപ്പെട്ട ഒരു നേതാവായിട്ട് അദ്ദേഹം ഉയർത്തപ്പെട്ടു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അമേരിക്കയിൽ ഫിലോസഫിയിൽ അദ്ദേഹം അമാൻ എന്ന് പറയുന്ന സ്ഥലത്തും ഉപരിപഠനം നടത്തി. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭാഷ അതിസമർത്ഥമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് കെൽപ്പുള്ള ഒരുവനായിട്ട് ഉയർന്നു വന്നു. 2011 അദ്ദേഹം മാസ്റ്റേഴ്സ് ഡിഗ്രി ലഭിച്ചു. അദ്ദേഹം ലിറ്റർജി, വിശുദ്ധ കൂദാശകളെ കുറിച്ചുള്ള പഠനങ്ങളാണ് അദ്ദേഹത്തിന് ആ തലങ്ങളിൽ പഠിക്കാനായിട്ട് സാധിച്ചത്. സെർബിയയിൽ അദ്ദേഹത്തിന് ഉപരിപഠനത്തിന് സൗകര്യമുണ്ടായി. ഇവിടെ ഗ്രീസിലെ തെസലോനിക്കി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹം ഡോക്ടറേറ്റ് സമ്പാദിച്ചു. പേട്രിയാർക്ക് ഓഫ് ജെറുസലേം തിയോഫിലസ് III അദ്ദേഹത്തെ ഈ സ്ഥാനത്തേക്ക് ഉയർത്തി. 2013 കുറെ നാളുകളായിട്ട് ഗൾഫ് പ്രദേശങ്ങളിലെ പ്രത്യേകമായിട്ടുള്ള ചുമതല, വിശേഷിച്ചും ഖത്തറിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. ധാരാളം ആർട്ടിക്കിൾസ് എഴുതിയിട്ടുണ്ട്. പല ലേഖനങ്ങളും വളരെയധികം പ്രയോജനമുള്ള സ്ഥലങ്ങളിലാണ്. പേട്രിയാർക്ക് ഓഫ് സെർബിയ അദ്ദേഹത്തിന് പ്രത്യേക ബഹുമതി കൊടുത്തിട്ടുണ്ട്. മറ്റ് പല തലങ്ങളിലും, പ്രത്യേകിച്ചും ജോർഡനിൽ നിന്നും മറ്റ് സെർബിയയിൽ നിന്നുമൊക്കെ പല തലത്തിലുള്ള അവാർഡുകൾ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. വളരെ ഉന്നതനായിട്ട്, വളരെ ആളുകളുടെ അംഗീകാര യോഗ്യനായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നു എന്നുള്ളതിൽ അങ്ങേറ്റം സന്തോഷകരമായ ഒരു സംഗതിയാണ്. ഈ കോൺഫറൻസ് ഏറ്റവും on behalf of all of us, including His Holiness, even though His Holiness has mentioned about it, certainly this is the second time on behalf of all of us we would love to welcome not only to this church but also to the very ancient country, because India has got her own heritage, the great history and a wonderful setting in terms of the culture and heritage. So we are so proud and privileged, and this as His Holiness has mentioned about it, this is not the first time we are privileged to have the representatives of the ancient Greek Orthodox Church and especially the Patriarchate of Jerusalem. But at the same time, your presence is very unique, because you, as you lead the Christians in an Arab country or set of Arab countries, it's a privilege for us to identify you as a leader of many churches, which is globally set and universally accepted. And in the life and witness of many of the churches, the parishes in the Gulf are having a very unique and pivotal role to play in the mother churches, as His Holiness has rightly mentioned. So these are the people who have been working hard
but their mind is back in India, and especially to the church and the great country. All the time their commitment is for these great things, but at the same time it's a great privilege for me to mention that these are the people who have proved their might as well as loyalty to the countries where they stay. They move accordingly and as per the discipline and the setting and the rules of the country where they stay, but at the same time their legacy is certainly the Christian values and the Indian heritage. So it's a wonderful blend of both these things which is very important for us, and we are privileged to have all these blessings. I may be coming back to Malayalam with your permission so that I feel at home. ഈ അനുഗ്രഹമായിട്ടുള്ള അവസരം നമുക്ക് പ്രയോജനകരമായിട്ട് തീർക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഇവിടെയുള്ള സമയം എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളതാണ്. വളരെയേറെ കഷ്ടപ്പെട്ട് വളരെയധികം പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ നിർവഹിച്ചെങ്കിലും ഒരു സങ്കടം എൻ്റെ മനസ്സിൽ വന്നു. നമ്മൾ ആഗ്രഹിച്ചതുപോലെ പരിശുദ്ധ ഭാവതിന്മേനെയും ഒരു വിശേഷാതിഥിയും ഇവിടെ വന്നപ്പോൾ അതുപോലെ ഒരു ക്രൗഡ് നമ്മൾ പ്രതീക്ഷിച്ചു. ഇന്നലെ വൈകിട്ട് ധാരാളം ആളുകൾ ഉണ്ടായിരുന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊരു ദുഃഖകരമായിട്ടുള്ള അവസ്ഥയായിപ്പോയി. പക്ഷേ നമുക്ക് വളരെ ഭംഗിയായിട്ട് നിർവഹിക്കാനായിട്ട് സാധിക്കുമായിരുന്നു. ഇന്നലെ വന്ന ആളുകളോട് പറഞ്ഞ് ഈ സമ്മേളനം വളരെ വിപുലമായിട്ടുള്ള വളരെ ആഠ്യത്വത്തോടു കൂടി കൈകാര്യം ചെയ്യുന്ന ഒരു സമ്മേളനമായിട്ട് തീർക്കാമായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരുക്കത്തിൽ ചില ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പറഞ്ഞിരുന്നു. അത് മുഴുവനായിട്ട് ഉൾക്കൊണ്ടില്ല എന്നുള്ളൊരു ദുഃഖം ഞാൻ കാണുകയാണ്. അത് ഞാനിപ്പോൾ മലയാള ഭാഷയിൽ പറയുന്നത് ഡോഹയിലുള്ളവർ മാത്രമല്ല, ഗൾഫിലുള്ള പല ഇടവകളുടെ ആളുകൾ ചുരുക്കമായിട്ടെങ്കിലും ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ പരസ്യമായിട്ട് വരേണ്ട അവസരങ്ങളിൽ കൃത്യമായി മലങ്കര സഭയുടെ ആഠ്യത്തിനനുസരിച്ച് ഈ സഭയുടെ പരമാധ്യക്ഷൻ ഒരു സമ്മേളനത്തിൽ വരുമ്പോൾ 10 പേര് വേണോ വേണ്ടയോ എന്ന് ആലോചിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്, ആ സമ്മേളനം എങ്ങനെയായിരിക്കണം. ഇവിടെ ഒരു നോട്ടീസ് എഴുതുകയാണെങ്കിൽ അത് തെറ്റുകൂടാതെ എഴുതാനായിട്ട് സാധിക്കുന്നത് വളരെ ബേസിക്കായിട്ടുള്ള ചില കാര്യമായിരിക്കും. ഈ സമയത്ത് പറയുന്നത് ഭംഗിയല്ലാത്തതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. പക്ഷേ ഉത്തരവാദപ്പെട്ടവർ ചുമതലയോടുകൂടി അത് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് അത് വളരെ ഭംഗിയായിട്ട് കൈകാര്യം. നമുക്ക് കഴിവുള്ളവർ ഇല്ലായെങ്കിൽ അതുകൊണ്ട് നിങ്ങളൊരു 50 ലക്ഷം രൂപയെങ്കിലും ഇതിന് ചെലവഴിച്ചിട്ടുണ്ട്. അത്രയും പണം ചെലവഴിച്ച ഒരു കാര്യം, ഒരു നല്ല കോൺഫറൻസ് വെച്ചു, ഇത്ര വിശാലമായ സൗകര്യങ്ങളുള്ളപ്പം ഓരോ സമയത്ത് ഇവിടെ ഇത് മുഴുവൻ മൂടി കെട്ടിക്കൊണ്ടാണ് ഈ പേപ്പറിട്ട് വീശിക്കൊണ്ടിരിക്കുന്നത്. നല്ല കാലാവസ്ഥയാണ്. അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതൊരു പ്ലാനിങ്ങിനകത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതൊക്കെ തുറന്നു കിടക്കുകയായിരുന്നെങ്കിൽ നമുക്ക് നല്ല സുഖമായിട്ട് കൂടി ഇരിക്കാമായിരുന്നു. അപ്പം ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ഇവിടുത്തെ പ്രായോഗികമായിട്ടുള്ള തലങ്ങൾ ഒക്കെ നോക്കി നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ഉത്സാഹിക്കണം. നമുക്ക് ചില പരിമിതികളൊക്കെ വന്നു പോയിട്ടുണ്ട്. പക്ഷെ ഭാവിയിൽ നിങ്ങൾ എവിടെ ഒരു കോൺഫറൻസ് വെച്ചാൽ അതിൻ്റെ ഓർഗനൈസിങ് ടീം നല്ലതുപോലെ ആലോചിച്ച് 2 പ്രാവശ്യം ചെക്ക് ചെയ്ത് ഒരു പ്രൂഫ് റീഡറെ പോലെ നോക്കിയില്ലെങ്കിൽ പല അബദ്ധങ്ങൾ വരും. അതുകൊണ്ട് അതുപോലെ തന്നെ ഓർഗനൈസിങ്ങിൻ്റെ സൈഡ് മറ്റേതെങ്കിലും ഒരു അവസരത്തിലായിരിക്കും ഞാനിത് പറയുന്നത് ഉചിതം എന്ന് എനിക്കറിയാം. പക്ഷെ ഒരു സൂചന നൽകിയത് ഞാൻ എല്ലാ യൂണിറ്റുകളുമായിട്ടൊരു ബന്ധമില്ല. പക്ഷേ കഷ്ടപ്പെട്ടവർ ധാരാളമാണ്. അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാനൊക്കെ നിങ്ങൾ രാവും പകലും അവിടെ ഇരുന്നുകൊണ്ട് പല വിധത്തിൽ അധ്വാനിച്ചു. പക്ഷെ നമ്മുടെ ആളുകളുടെ ടെമ്പർമെൻറ്റും നമ്മൾ മനസ്സിലാക്കി വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട്. കാലഘട്ടത്തിന് ഒത്ത് ഉയരാനും നമ്മുടെ സഭയുടെ ആഠ്യത്വം നമ്മുടെ സാന്നിധ്യത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ ശിക്ഷണ രീതിയിലും ആളുകൾക്ക് ബോധ്യപ്പെടാൻ തന്നെ. അദ്ദേഹം ഇവിടെ ഇരിക്കുമ്പം അറിയാം, എനിക്ക് തോന്നുന്നത് ഇന്നലത്തെ പരിപാടികൾ മുഴുവനും അദ്ദേഹം TV യിൽ വീക്ഷിച്ചാണ്. അപ്പം നിറഞ്ഞു നിൽക്കുന്ന ഒരു സദസ്സ് കണ്ടത്. ആ സമയത്ത് നിങ്ങളെ ഞാൻ വല്ലം പറയുകയല്ല, നിങ്ങൾ ഈ സമയത്തുള്ളവരോട് നന്ദി പറയുകയാണ്. പക്ഷെ മറുവശത്ത് ഞാൻ പറയുന്നത് നമ്മുടെ കൂടെ വന്നവർ ചിലരിവിടെ എത്തിയിട്ടില്ല. അത് സംഭവിക്കരുത്. അതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നമുക്ക് നമ്മുടേതായൊരു കൾച്ചറുണ്ട്. ഒരുവിധ നിങ്ങൾ വളരെ ആവേശത്തോടെ കത്തോലിക്കായ്ക്ക് ഇത് ചൊല്ലി, അത് നമ്മുടെ ഒരു സംസ്കാരമാണ്. അദ്ദേഹം പറഞ്ഞു, മറ്റേതൊരു സഭയിൽ മാത്രമേ ഞാനിത് കണ്ടിട്ടുള്ളത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇവിടെ മനോഹരമായിട്ടുള്ള പാട്ട് പാടുന്നുണ്ടായിരുന്നു. അതാണ് ഔദ്യോഗികമായിട്ട് സഭയുടെ പാരമ്പര്യത്തിൽ ഒരു പരിശുദ്ധ പിതാവിനെ സ്വീകരിക്കുമ്പോൾ
എഴുന്നള്ളുമ്പോൾ പാടുന്ന പാട്ട് അത് ഈ ബഹളത്തിൽ ശരിക്കും മനസ്സിലാക്കാതെ പോയതുകൊണ്ട് ഞാനത് ഇതോടെ എടുത്തു പറഞ്ഞു. അപ്പം നമ്മുടെ രീതികളിലെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ വളരെ സജീവമായിട്ട് നിലനിർത്താനായിട്ട് സാധിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമുക്ക് തിരിച്ചു വരണം. നിങ്ങൾ ചിലർ പരിശുദ്ധ ഭാഗത്തിലൂടെ കൈമുത്താതെ മാറിപ്പോകുന്നതായിരിക്കും. പരിശുദ്ധ എന്ന് ചേർക്കാതെ അഭിസംബോധന ചെയ്യുന്നത്. ഇതൊക്കെ ഈ സമയത്തല്ല ഞാൻ പറയേണ്ടത്, എങ്കിൽ പോലും ഞാൻ മലയാളത്തിൽ പറഞ്ഞത് മാറ്റങ്ങൾക്ക് വേണ്ടിയാണ്. ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. ഉത്തരവാദിത്വപരമായ രീതികളിലാണ്. വേദനിപ്പിക്കുന്ന ഒരു തലത്തിലല്ല നമ്മൾ പോകേണ്ടത്. നമുക്ക് ആഢ്യത്വമുണ്ട്, നമുക്ക് അതിനുള്ള കഴിവുണ്ട്. നിങ്ങൾ കണ്ടമാനം പണം ചെലവഴിച്ചിട്ടാണ് ഇവിടെ വരുന്നത്. നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് പ്രയോജനം ഉണ്ടാക്കേണ്ടതാണ്. ഏറ്റവും അനുഗ്രഹമായിട്ടുള്ള ഒരു തലത്തിലേക്ക് നമ്മൾ നീങ്ങേണ്ടതുമാണ്. മറുവശത്ത് ഒരു വാക്കുകൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുക. പരിശുദ്ധ ഭാഗവതം വളരെ തിരക്കുണ്ടെന്ന് എനിക്കറിയാം. വളരെ ഉന്നതമായിട്ടൊരു വിഷയമാണ് നമ്മുടെ അടുത്തേക്ക്. കാര്യം ചില തലങ്ങളിൽ നിങ്ങൾക്ക് അല്പമെങ്കിലും കേൾക്കാനായിട്ട് സാധിച്ചു. അത് അയവിറക്കാനായിട്ട് നിങ്ങൾക്ക് പോകുന്ന സമയം ചെലവഴിക്കും. ഇതിന്റെ പ്രയോജനം കിട്ടുന്ന എങ്ങനെയാണെന്ന് അറിയാം. ഇപ്പൊ ഈ ഹോളിൽ ഇരിക്കുന്നത് പരിശുദ്ധ ഭാഗവതം നമ്മുടെ വിശിഷ്ടാതിഥിയും സംസാരിക്കുന്നത് കേട്ടത് അത് മനസ്സിൽ നിറച്ച് തിരിച്ച് മടങ്ങിച്ചെന്ന് ഇടവകകളിൽ കൃത്യമായിട്ടും വ്യക്തമായിട്ടും കാര്യങ്ങൾ ധരിപ്പിക്കണം. അവിടെ ഒരു രൂപാന്തരത്തിന്റെ അവസരമായിരിക്കണം. സൈലൻസ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ നിന്ന് ജീവിതത്തിൽ, അതാണ് പ്രൊഫസർ പുതുകാട് പോലും പറഞ്ഞത്, അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിനെ തിരിച്ചു വരുവാനുള്ള അവസരം ഉണ്ടാകണം. തിരുവചനം ധ്യാനിക്കുമ്പോഴും ഇപ്പൊ ഒരു പരവേശമുണ്ട്. ഇപ്പം കർക്കിടക മാസം ചില ഡയറക്ഷൻ യുവജന പ്രസ്ഥാനത്തിൽ മർത്തോറിസമയത്തിൽ വഴിയാണ് തുടങ്ങിയത്. പലരും ബൈബിൾ വായിച്ചു തീർക്കുന്ന ഒരു പതിവാണ്. ഈ വായിച്ചു തീർക്കുന്നതിന്റെ പരവേശത്തിൽ അവിടുത്തെ അക്ഷരങ്ങൾ മറന്നു പോകാനുള്ള ഒരു സാധ്യത കൂടുതലും കാണാം. വായിക്കുന്ന കൂട്ടത്തിൽ അതിന്റെ അക്ഷരങ്ങൾ മനസ്സിലാക്കുകയും അനുഭവങ്ങളിലേക്ക് അത് നിറയ്ക്കുകയും വളരെ സമ്പന്നമായിട്ടുള്ള ഒരു തലത്തിൽ നീക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവണം എന്ന് സ്നേഹപൂർവ്വം അർപ്പിക്കുക. Your Eminence, this church has had a long history, as you know, not only the 20th centuries, but the contributions of the leadership of the church in terms of ecumenism, in terms of bringing the Oriental as well as the Byzantine churches together. And also there is a dream, especially by His Holiness, that there will be an opportunity to see that the leadership of the entire Orthodox world should be brought together, because in many ways, when compared to that of the Catholics and the Protestants, we are counted number one or less. It's a great threat and a great challenge. So here is an opportunity for us to share that concern with Your Eminence, and we look forward to see that the dynamism of the Orthodox Church, the wealth of the faith and practices, and the liturgical richness and the great treasures will be enhanced in terms of a practical wisdom, so that other churches will also be looking unto and listening and learning many things, so that we can march together to the final destination as His Holiness has mentioned. We once again look forward. I am personally very much delighted because I am responsible for Qatar, so I long to see that your leadership there will be very beneficial for our clergy as a faithful. Some of the sensitive issues I will share with you on a very personal level, and I look forward to seeing your leadership. And on behalf of all the people who are assembled here, wish you the very best and God's blessing. Your Grace, Yohanan Mar Polycarpos, and Metropolitan and in charge of youth in Kerala and the world of the Malankara Church, and Your Grace Mar Kyrillos, Metropolitan of Bombay, and all participants, priests, organizers of this conference of the Gulf States Orthodox Youth members. In the beginning, I want to divide my speech in three paragraphs. The first is about the life in Qatar, the Christian presence in Qatar.
Of course, I recognize some figures and persons from Doha and from other Gulf states that you are gathered here. Qatar is a state, a Muslim state that belongs to the Arabian Peninsula and is a Muslim state and belongs to the Wahhabi direction. It means very conservative Muslim state. Although it is given from God the blessing to be the Christianity after 14 centuries again alive in this part of the world. As probably you know from the ancient history, from the first 6th century of Christianity, Christians there were lived in all Arabian Peninsula, and the significant saint that lived and worked in that part of the world is Saint Isaac the Syriac, and many others, monks that they lived, and mention also names of bishops that they have take part in local synods and conferences. This Christian presence was just interrupted by the appearance of the Islam, and now after 14 centuries, by the grace of God and the blessing of the Emir of Qatar, the father, was officially recognized the presence of 6 churches, and now recently 2 more, so we have 8 recognized churches by the government. 6 of them are located in the church complex in a big campus, and the 2 new ones are going to be given a part of land and to build their premises just next to the great area, parking area, just opposite of our complex. From different communities since 1980s, they came to work in Qatar, and at that time it was not allowed the worship. The worship gave place in private houses and in some schools. Since 2004, we are recognized officially, and 2005 we get this great property that is allocate the 6 recognized churches, the religious complex. Since that time, every community, every recognized church built by on his expenses the premises, and until today we are all the 6 recognized churches have a steering committee. We are one body in front of the government. So we have a monthly meeting of the representative of the 6 churches. Additionally, from the beginning of this year, the 2 new ones, and we make decisions and we solve problems for all Christian communities based in Qatar. And we have regular meetings, and we are addressing letters to the government asking the assistance to solve problems of our communities that they are living, working in Qatar. But we are all expatriates. Of course, we have Christians that they lived in Qatar since 1950 or 60s. Although that we have 2 or 3 generations of Christians
In Qatar, Christians never can get a permanent residence or a nationality. We have a residence and a permit for work. But thanks God, this is a big achievement that we can have our worship places and we can organize our social activities and we have our gatherings, teaching of the children and other activities inside the premises of the campus. Now, we have asked and we hope in a couple of months to receive another part of land and to build another campus because the population of Qatar is increased dramatically since the last 15 years. When we have received this property, present property of the land, 2004, the whole population of Qatar, it was around less than 1 million. The locals, there are not more than 300,000. Of the residents, the great number, they are Christians, were Christians. And today, those 1 million, now we are 2,300,000. So 300,000 the locals and 2 million the expatriates. From the 2 millions, around 1 million they're Christians, 800 to 1 million. So we need the more space to accommodate all the communities, and we hope to reach also and to this an answer, and as soon as possible to solve also this problem, the accommodation problem. Now, of course, we can say more and more things, but it is a shortage of the time to speak about the history and the present appearance of Christianity in Qatar. We continue to have a pastoral mission in silence. It is everything permitted inside the walls of the campus and inside the premises. Nothing can happen outside, and no Christian symbol can be seen from outside. No crosses, not even the names of the churches. But thanks God, under these circumstances, we are fulfilling our mission, as I said, in silence and in responsibility, and we try to maintain the good relationship with the government and to the Muslim community, that they are the local community, and we have interfaith dialogue meetings annually in international base, and we have also in a local base also an annual conference between Christian and Muslims. So as His Holiness introduced me and His Eminence Mark Kyrillos, I belong to the Church of Jerusalem, and first I wanted to bring the greetings of His Beatitude and Holiness Patriarch of Jerusalem, Theophilos III. The Patriarchate of Jerusalem that I am a member, it is the mother church. It is the city where the church was established, or Jesus Christ lived in Bethlehem, in Nazareth, in Jerusalem, and the other cities of the Holy Land. And
especially in Jerusalem, where is the Holy Sepulchre and the Mount Zion, the place where the Pentecost took place. The first church took a form, so therefore the Patriarchate of Jerusalem is called also the Church of the Zion. And the Patriarchate of Jerusalem has a special mission, besides to the pastoral responsibility to keep the holy shrines. The holy shrines, they are the places where they are connected direct to Jesus Christ, to the Mother of Mary, Theotokos, or to the apostles. Because after the ascension of Jesus Christ, and after the receiving the holy apostles, the Holy Spirit, on the curriculum of Mount Zion, they spread the world all over the world. And here in Kerala, St. Thomas came. According to our tradition, in the dormition of the Mother Mary Theotokos, when Mother Mary passed away, all the apostles, they came, gathered to Jerusalem from all the destinations that they have reached to evangelize or to spread the message of salvation that they have seen and listened from Jesus Christ. One of the apostles was late to the funeral of the Mother Mary Theotokos, and it was St. Apostle Thomas, because he was far away to his mission. And when he came back, he asked to open again the tomb of the Mother Mary in Gethsemane, and they didn't found the body of the Mother Mary, but only the vestments of the Mother Mary inside the tomb. So, thanks to the faith and to the mission of Apostle Thomas, he was investigating the tomb, and we have of the Mother Mary, so we have this new evidence. Thankful to him. Now, the history of Jerusalem and the Church of Jerusalem, he starts from the time of the Jesus Christ and the apostles, and continues until the First Ecumenical Council in Nicaea in 325, where Saint Macarius, the Archbishop of Jerusalem, explained to Saint Constantine, the emperor in Constantinople, that in Jerusalem there are not Christian churches. In all the whole shrines, they are under the temples of the idols. So Saint Helena, the mother of Saint Constantine, took the initiative to come in Jerusalem, and with help of Archbishop Macarius and the local Christians, they found the authentic holy shrines and demolished the old temples and built the first churches. The Church of the Resurrection, the Basilica of Anastasis in Jerusalem, the Basilica in Bethlehem, the place of the birth of Jesus Christ, in Nazareth, and 20 great basilicas, churches all over Holy Land, Palestine. And these magnificent churches, they were destroyed by the Persians 614, and was restored by the Patriarch Modestus of Jerusalem, and then again it was partly ruined by the Muslims, caliphs, and later from the Mamelukes, and later Crusaders came, and after that Ottomans and British mandate. This very briefly historically. At the same time, the Church of Jerusalem was there to keep the holy shrines for the pilgrims to come and to venerate and to pray
to the authentical places that they are connected with the life of our Lord Jesus Christ. And thanks God, until today we have built churches and monasteries all over Holy Land, and not only on the places that are connected with our Savior and the Apostles and the Mary Theotokos, but with the first monks, the Hesychasts, the monks that they have lived in the desert and established the first monasteries in the desert from the 4th, 5th, 6th century, as Saint Hilarion in Gaza, Saint Saba, Saint Theodosius, Saint Efthymius, and a number of other hermits that they lived in the desert of the Judean desert or the Jordan desert. Many of the monasteries, they are alive, and others they are discovered by the archaeological excavations and restored part of them. Now, the mission of the Church of Jerusalem is to welcome all the pilgrims that they come to visit and to live in the places that are connected with the presence after the incarnation of our Lord Jesus Christ. So this great heritage and big responsibility is handed by the grace of God to the Church of Jerusalem through the centuries. So our brotherhood, the brotherhood of the Holy Sepulchre, they are the custos, they are the monks that they are serving, and probably when you visit the holy shrines, you see them in all the holy shrine churches. Now, the mission of the Church of Jerusalem is extended also to the pastoral field, that it is the Orthodox Christians based in Palestine, in Israel, in Jordan, and in the Arabian Peninsula. This is the mission, and this is the reason why I have appointed to Qatar, and it was the opportunity to be introduced with the various communities. Many of you that you are living and working there, and other communities from India and other Asian countries or African countries or other countries all over the world. Now, the Holy Land, it is called from the fathers of the church as the fifth gospel. The fourth gospel, they are written once, and the fifth, we can feel it by the presence of and experiencing by our visiting in that places. Now, the original holy site, as I have said, they are kept, and the buildings, they are built above, and now in the present time we have a renovation of the Holy Sepulchre, the tomb of Jesus Christ, and now the pilgrims that they go during this year, they can see the authentic rock of the tomb and the built part from the 4th century, 7th century, 10th century, that it was renovated. Now, the Christian presence in Jerusalem is in silence, because always in the conflicts you are listening about the Muslims and the Jewish. Never, they don't mention, the media, the Christians, that they live in the Holy Land. So Christians, they are not mentioned because they are living in peace and in silence and maintain
the cooperation and coexistence and symbiosis between all the inhabitants of this part of the world, that they are basically from the three monotheistic religions, as Jewish, Christians, and Muslims. So this is the silent mission of the church, and especially in the holy places, because although of our presence we are not mentioned in the media, but we are in the presence and in the mind of God, because we are serving the living Word of God. We are serving the church that established by His blood, and it was established and spread from Jerusalem, from the Holy Land, to the whole world. So this world, this word of the salvation that spread all over the world, it is the great wonder of God, and it is our mission as humble servants of the church and the word of our incarnate Lord Jesus Christ, to keep pure, undivided, in unity, in peace, in coexistence, and hopefully, as it was mentioned from Metropolitan Kyrillos, to be more contacts between our churches as Orthodox, Oriental, and Byzantine or West Eastern churches, and hopefully with all the Christians to have one strong evidence and presence, not only in the Holy Land but all over the world. I wanted to extend my thankfulness to His Holiness for the invitation that I have received from Metropolitan Mark Polycarpos to be present here in Kerala, and thank you for the hospitality, and thank you for the warm words that you have extended to me. And in the end, I want to thank the organizers of this event, hoping to continue our cooperation in Doha and in the other Gulf states. Thank you very much, and may the blessing of the resurrected Lord from the Holy Sepulchre to bless all you. Amen. സോനിയ റിപ്പോർട്ട് പ്രകാശനം ചെയ്യുന്നതാണ്. വളരെ ചുരുങ്ങിയ സമയത്തിൽ ഈ സുനിറക്കി എന്നോട് നന്ദി സ്നേഹം അറിയിക്കുന്നു. സ്നേഹം നിറഞ്ഞ അച്ഛന്മാരെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങൾ, ഈ വിഷയത്തിന് എന്തോ ഒരു പന്തികേടുണ്ടെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു. അത് പന്തികേട് തോന്നി വന്ന് എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ തറയണച്ചിരുന്നൊരു ക്ലാസ് എടുത്തതിന് ശേഷം ഈ കുഴപ്പം അതിൻ്റെ അർത്ഥമെല്ലാം മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്കിന് പാറിപ്പറന്നങ്ങ് പോയി. പണ്ട് ഒരു കവി പാടിയിട്ടുണ്ട്, ഒരു കുഞ്ഞ് ചിത്രശലഭത്തോട് ചോദിക്കുകയാണ്, നീ ഇത്ര സുന്ദരിയായത് എങ്ങനെയാന്ന് ചോദിച്ചവൻ പറഞ്ഞു, ഞാൻ നിന്റെ തേന്മാവിൽ എല്ലാ ഇലയും ചവച്ച് തുപ്പി മിറ്റമെല്ലാം വൃത്തികേടാക്കി. പിന്നെ എനിക്ക് തോന്നി, സഹതാപം തോന്നി, ഞാൻ തപസ്സിരിക്കുകയായിരുന്നു, മൗനത്തിലിരിക്കുകയായിരുന്നു. മൗനത്തിലിരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ചിറക് വന്നു. എന്നിട്ടത് പാടുന്നതായിട്ട് പറയുകയാണ്, പാറിപ്പറന്നങ്ങ് ഉയർന്നു പോയി പാരിനെ സൃഷ്ടിച്ച ഈശ്വരന്റെ പാദങ്ങൾ തൊട്ട് വണങ്ങി വന്നു.
നീ ഞാൻ ഭൂമിക്ക് ഭാരമാകില്ല. ഇന്നലെ വൈകിട്ട് അച്ഛൻ്റെ ക്ലാസ്, പിന്നെ മറ്റേ കാർട്ടൂണിസ്റ്റിൻ്റെ ക്ലാസ്സും കഴിഞ്ഞപ്പോഴത്തേക്കിന് ഉണ്ടായിരുന്ന പൂമ്പാറ്റകളെല്ലാം പറന്നുപോയി. നോഹയുടെ പെട്ടകത്തിൽ നിന്ന് കാക്ക തിരിച്ച് വന്നില്ല, അവൻ പോയി. പ്രാവ് ആദ്യം പോയെങ്കിലും പോയിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ ഉണ്ടാതെ പോയി. ഇവിടുത്തെ പ്രാക്കളെല്ലാം മൗനത്തിൻ്റെ വ്രതം കഴിഞ്ഞ് നല്ല സുന്ദരമായ ചിറകളെല്ലാം പ്രാപിച്ചു പോയിരിക്കുകയാണ്. ഇത് നാടൻ കിട്ട ഏർപ്പാടാണ്. ഇതൊരെവിടെ നോക്കുമ്പോൾ വളരെ വൃത്തികേട്. എനിക്കിതേ പറയാനുള്ളൂ. അച്ഛൻ എൻ്റെ വൈസ് പ്രസിഡൻ്റായി കുഴപ്പമുണ്ടായിട്ട് ഇന്നലെ ഇത്ര സൗന്ദര്യത്തിൻ്റെ വ്യാഖ്യാനമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത്രയും മനോഹരമാണോ എന്ന് നിങ്ങൾക്കൊക്കെ തോന്നിക്കാണും. നിങ്ങൾക്കല്ല, പറന്നുപോയ നിങ്ങൾ പ്രാവുകളുടെ കൂട്ടത്തില്ല കേട്ടോ. പെട്ടകത്തിൽ നിന്ന് പ്രാവുകളെ വിട്ട് പ്രാവുകൾ തിരിച്ചു വന്നു. പിന്നെ വേറൊരു പാർട്ടി പറന്നുപോയി. ഏതായിരുന്നു? മലങ്കാക്ക. അങ്ങനെ വലിയ മലങ്കാക്കളൊക്കെ പറന്നു പോയതായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. സുന്ദരമായ ഭൂപ്രദേശം കണ്ട് അതൊക്കെ കണ്ട് ആനന്ദിക്കാൻ പോയതായിരിക്കും. സിനിമയ്ക്കൊക്കെ ഇച്ചിരി മനപ്രയാസം ഉണ്ട്. എനിക്കും ഇല്ലാതില്ല എന്നുള്ള കാലത്തെ മനസ്സിലായി. ഏതായാലും എൻ്റെ പൊന്നു കുഞ്ഞാടുകൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ അനുമോദനം. ഇത്രയും പേരിലും ഇവിടെ ഇരുന്നതിന് നിങ്ങളെ ഞാൻ അനുമോദിച്ചിരിക്കുന്നു. പക്ഷെ ആർച്ച് ബിഷപ്പിന് ഒരു വിഷമം വരുമായിരിക്കും. എന്താ കാര്യം അറിയാമോ? ഈ വലിയ ഓർത്തഡോക്സ് സഭയിൽ ഇത്രയും കുഞ്ഞാടുകളെ ഉള്ളോ എന്ന് അദ്ദേഹത്തിന് തോന്നി കയറും. സൺഡേ സ്കൂളിൻ്റെ ആൾക്കാരെ ഉള്ളല്ലോ എന്നുള്ളത് ധരിച്ചു. ഞാൻ മലയാളത്തിൽ പറയേണ്ട അദ്ദേഹം പിടി കിട്ടാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഒരു കാര്യത്തിൽ ഞാൻ നിങ്ങളെ എഴുതിയട്ടെ. ഞാൻ വാക്ക് അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇതിലൂടെ ഒത്തിരി പേര് കഷ്ടപ്പെട്ടു, ഒത്തിരി പേര്, നിങ്ങൾ ഒത്തിരി രൂപയും ചെലവഴിച്ചു. പക്ഷെ ഞാൻ ഇതിന് മൈനസ് പോയിന്റ് മാത്രം പറഞ്ഞ് നിർത്താതെ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് നിങ്ങളെ എല്ലാവരും ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട ആരെയാണ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതെന്ന് അറിയത്തില്ല. വികാരി അച്ഛൻ്റെ പ്രതിനിധിയായിട്ട് അസിസ്റ്റന്റ് വികാരി അച്ഛൻ വിടങ്ങാണ്ട് ഇരിപ്പുണ്ടായിരുന്നു. അച്ഛനും ബാബായുടെ കൂടെ പോയതായിരുന്നു. വികാരി അച്ഛൻ, അവിടുത്തെ ട്രസ്റ്റി, യൂത്തിൻ്റെ സെക്രട്ടറി തൊട്ട് ഇതിൻ്റെ ഭാരവാഹികളെല്ലാം കഠിനാധ്വാനം ചെയ്തു. വലിയ പ്രതീക്ഷയോടെയാണ് ഈ മീറ്റിംഗ് ഗംഭീരമായിരിക്കും. പക്ഷെ അതത്ര ആയില്ല എന്നത് നിങ്ങളുടെ ആരും കുറ്റമല്ല. ഇത്രയും ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. നീ GOIC വെക്കുമ്പോൾ ഇതുപോലെ സുന്ദരമായ സ്ഥലത്ത് വെക്കണ്ട. എവിടെയെങ്കിലും മണലാരണ്യത്തിലോ ഒട്ടും മഴ പെയ്യുമ്പോഴോ ഞാൻ പ്രകൃതി കുഴപ്പമൊന്നും ഉണ്ടാക്കരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ, മഴ പെയ്യരുത്, വലിയ കഠിനമായ തണുപ്പാവരുത് എന്ന്. ഞാൻ GOICയുടെ മീറ്റിങ്ങിന് വരാമെന്ന് പ്രാർത്ഥിക്കും. ദൈവമേ, കൊടുത്ത മഴ കൊടുക്കണേ, ഒറ്റ ഒരു കുഞ്ഞാട് പോലും പുറത്തിറങ്ങാൻ ഇടവരരുത് എന്ന് പ്രാർത്ഥിക്കും. തീർച്ചയായിട്ടും എന്നല്ലേ ശരിയാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു. ഞാൻ ഇവിടുത്തെ ഭാരവാഹികളില്ലാത്തെങ്കിലും ആരെപ്പോൾ ആർക്കെങ്കിലും ഒരു ബൊക്കയിലും കൊടുക്കാറുണ്ട്. നന്നായിട്ട് ചെയ്തതിന് ഇവിടെ ആരെയും കാണാനില്ല, എല്ലാവരും പറഞ്ഞു പോയിരിക്കുക. എല്ലാവർക്കും വേണ്ടി അഭിനന്ദനമായിട്ട് ഞാൻ ബൊക്ക കൊടുക്കുന്നത് അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും അനുമോദിച്ചിരിക്കുന്നു. ദോഹയിലുള്ള കോൺഗ്രിഗേഷൻ അനുമോദിച്ചിരിക്കുന്നു, പ്രവർത്തകരെ അനുമോദിച്ചിരിക്കുന്നു. ഞാൻ എൻ്റെ വാക്കി ഒരുക്കുന്നു. കൂടുതൽ ഞാൻ പറഞ്ഞിരിക്കുന്നവരും കൂടെ പറന്ന് പോയാൽ പിന്നെ ഞാൻ നാണം കെടും. അതുകൊണ്ട് വാക്കി ചുരുക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും കാലത്തെ എൻ്റെ സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം നിങ്ങൾ വന്നവരോട് പറഞ്ഞിരുന്നു. അത് ബാക്കിയുള്ളവർ കേട്ട് കാണുമായിരിക്കും. പറന്നു പോയവരോട് നിങ്ങൾക്ക് പറയാൻ നേരം കിട്ടില്ല. ദോഹയിൽ ചെല്ലുമ്പം പറഞ്ഞേക്കണം, മെത്രാച്ചൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന്. ഞാൻ കുർബാനയിൽ വഴക്ക് പറയാറുണ്ട്. ഇന്ന് ഞാൻ അതും ചെയ്തു. എനിക്കതിനകത്ത് സങ്കടമുണ്ട്. കുർബാന മധ്യ ഒരിക്കലും ഞാൻ ആരെയും വഴക്ക് പറയാറില്ല. അത് നിങ്ങൾ വിഷമമായിട്ട് വെച്ചേക്കണ്ട. ദൈവം നമ്പുരാൻ നമ്മളോട് ക്ഷമിക്കട്ടെ, പൊറുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കി ഒരുങ്ങുന്നു. എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു. അധ്യക്ഷപദം അലങ്കരിക്കുന്ന പ്രസ്ഥാനം പ്രസിഡന്റ് അഭിനന്ദ യുഹാനന്മാർ പോളിക്കർപ്പോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്, മുഖ്യാതിഥിയായിരിക്കുന്ന ഹിസ് എമിനൻസ് മാർ മക്കാറിയോസ്, ഇവിടെ മുഖ്യ സന്ദേശം നൽകിയ ബോംബെ ഭദ്രാസനാധിപൻ GOC പ്രസിഡന്റുമായിരിക്കുന്ന അഭിനന്ദ ഗിയോറീസ് മാർ കുർലോസ് തിരുമേനി, പ്രസ്ഥാനത്തിന്റെ വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പിലിത്തറൻ അച്ഛൻ,
ട്രഷറർ ജോജി പി തോമസ്, ഗൾഫ് റീജിയൻ കോൺഫറൻസിൻ്റെ ജനറൽ കൺവീനറായി പ്രവർത്തിച്ച ജിജി ജോൺസൺ, മറ്റ് ഭാരവാഹികൾ, പ്രിയമുള്ള ഏവരുമേ, എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഏറ്റവും പ്രധാനമായി അറിയിക്കുവാനുള്ളത്, സാധാരണയായി ഗൾഫ് റീജിയൻ കോൺഫറൻസിൻ്റെ സമാപന വേദിയിൽ അടുത്ത കോൺഫറൻസ് ഏത് രാജ്യത്താണ് നടക്കുന്നത് എന്നുള്ളത് തീരുമാനിക്കുകയും അവിടെയൊക്കെ പതാക കൈമാറുകയും ചെയ്യുന്ന പതിവുണ്ട്. എന്നാൽ ഇവിടെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പല ഇടവുകളിൽ നിന്നും എവിടെ നടത്തണമോ അവിടെ നിന്ന് ഒഫീഷ്യലായുള്ള തീരുമാനം വന്നതിന് ശേഷം മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് പിന്നീട് ഏതെങ്കിലും ഒരു അവസരത്തിൽ ഗൾഫ് റീജിയൻ കോൺഫറൻസ് എവിടെയാണെന്നുള്ളത് പ്രസ്ഥാനം പ്രസിഡന്റ് അനൗൺസ് ചെയ്യുകയും അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നതാണ് എന്നുള്ളത് ഈ വേദിയിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ അടുത്തതായി ഏറ്റവും പ്രധാനമായി അറിയിക്കുവാനുള്ളത്, നമ്മുടെ യുവജന പ്രസ്ഥാനത്തിന്റെ 80ാമത് ഗ്ലോബൽ കോൺഫറൻസ് അഹമ്മദാബാദ് ഭദ്രാസനത്തിന്റെ ആതിഥേയത്വത്തിൽ അഹമ്മദാബാദ് നരോഡയിലുള്ള സ്കൂൾ ക്യാമ്പസിൽ വെച്ച് നടക്കുകയാണ്. മലങ്കര സഭയ്ക്ക് സെമിനാരി സ്ഥാപകനായി അറിയപ്പെടുന്ന മലങ്കര സഭാ ജ്യോതിസ് അഭിയന്യ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദേവന്യാസിയോസ് മെത്രാപ്പൊലീത്ത തിരുമനസിന്റെ നാമധേയത്തിലുള്ള നഗറിൽ വെച്ച് നടക്കുന്ന സമ്മേളനത്തിലേക്ക് ഗൾഫ് മേഖലയിലുള്ള എല്ലാ ഇടവുകളിൽ നിന്നും പ്രതിനിധികളെ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. അതുകൂടി ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ കോൺഫറൻസിന് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട അനേകരുണ്ട്. ഞാൻ ഇടയ്ക്ക് ഖത്തറിൽ ഇടവകയിലെ കോൺഫറൻസിനുമായി ബന്ധപ്പെട്ടുള്ള കമ്മിറ്റിയുടെ മീറ്റിങ്ങിനും അതുമായിട്ടുള്ള ചിന്താവിഷയ അവതരണത്തിനും വേണ്ടി എത്തിയിരുന്നു. അവിടെ എല്ലാ ദിവസവും വിവിധ കമ്മിറ്റികൾ കൂടി പല പദ്ധതികൾ പ്ലാൻ ചെയ്യുകയും വീണ്ടും അഴിച്ച് പ്ലാൻ ചെയ്യുകയും ചെയ്ത് അങ്ങനെ കോൺഫറൻസ് അതിൻ്റെ സമാപനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കോൺഫറൻസിന് വേണ്ടി കഷ്ടപ്പെട്ട ഇടവകയുടെ പ്രധാന ചുമതലക്കാരനായ ബെഞ്ചമിൻ അച്ഛൻ വികാരി, അതുപോലെ തന്നെ അച്ഛനോടൊപ്പം ചേർന്ന് നിന്ന് യുവജന പ്രസ്ഥാനത്തിന് കരുത്തുറ്റ നേതൃത്വം നൽകുന്ന അസിസ്റ്റന്റ് വികാരി സന്തോഷ് വർഗീസ് അച്ഛൻ, ഇടവകയുടെ ട്രസ്റ്റി കോശിയങ്കൾ ഇവിടെ ഉണ്ടായിരുന്നു. മുഖ്യ അതിഥിയുമായി ഇന്നലെ എത്തിച്ചേർന്ന് നമ്മോടൊപ്പം ഉണ്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യം. കോശിയങ്കള്, അതുപോലെ ഇടവകയുടെ ചുമതലപ്പെട്ട എല്ലാവരും, യുവജന പ്രസ്ഥാനത്തിന്റെ യൂണിറ്റ് സെക്രട്ടറി ബിലാഷ് ബെഹനാൻ, വൈസ് പ്രസിഡന്റ് ജോസഫ്, മറ്റ് യൂണിറ്റ് പ്രവർത്തകർ എല്ലാവരും, കോൺഫറൻസിന് വേണ്ടി ക്രമീകരിക്കപ്പെട്ട വിവിധ കമ്മിറ്റിയുടെ അംഗങ്ങൾ ധാരാളമായി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. ഓരോ പ്രവർത്തനങ്ങൾക്കും എങ്ങനെ അവർ നേതൃത്വം നൽകിയ, ഗൾഫിലിരുന്നും അതുപോലെ തന്നെ നാട്ടിൽ വന്നുമൊക്കെ ശക്തമായ നേതൃത്വം നൽകി. ഈ 3-4 ദിവസം ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തു. അതുപോലെ തന്നെ ഗൾഫ് റീജിയൻ കോൺഫറൻസിന്റെ സമാപന വേദിയിൽ തന്നെ ഈ കോൺഫറൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു സുവനീർ പ്രകാശനം ചെയ്ത് നമ്മുടെ യൂണിറ്റുകളിൽ എത്തിക്കുവാൻ തക്കവണ്ണമുള്ള വളരെ തീവ്രമായ ഒരു പരിശ്രമവും ഇതിന്റെ പിന്നിലുണ്ട്. ഇതിന്റെ ചീഫ് എഡിറ്റർ ആയിരുന്ന റിജോ ഇതിനുവേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടു. റിജോ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിലും റിജോയെ പ്രത്യേകമായി ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ നാട്ടിലെത്തിയ എല്ലാ അംഗങ്ങളും, ബിലാഷും അതുപോലെ തന്നെ ഒറ്റത്തെങ്കിൽ സജിമോഹൻ അവറുകളും അതുപോലെ ധാരാളം പ്രവർത്തകർ ഈ സുവനറിന്റെ പണിപ്പുരയിൽ വളരെയധികം കഷ്ടപ്പെട്ടു. അവരോടെല്ലാവരോടുമുള്ള സ്നേഹാദരവുകളും ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന്റെ കേന്ദ്ര നേതൃത്വത്തിൽ നിന്നുള്ള കേന്ദ്ര ജനറൽ സെക്രട്ടറി എന്നുള്ള പേരിൽ അറിയിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. വീണ്ടും ഗൾഫ് മേഖല കോൺഫറൻസുകൾ നടക്കുമ്പോൾ എനിക്കുള്ള ഒരു നിർദ്ദേശം, ഗൾഫിലുള്ള ഏതെങ്കിലും ഇടവകയുടെ പശ്ചാത്തലത്തിൽ തന്നെ നടക്കുവാനുള്ള ക്രമീകരണം ചെയ്യണം. അത് ഖത്തർ, അതുപോലെ തന്നെ സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ അത് നടക്കുന്നതിനുള്ള പ്രയാസമുള്ള സന്ദർഭങ്ങളിൽ ഗൾഫിലുള്ള വേറെ ഏതെങ്കിലും ഒരു ഇടവകയുടെ പശ്ചാത്തലത്തിൽ ക്രമീകരിക്കപ്പെടുകയാണെങ്കിൽ നമ്മുടെ സൗകര്യങ്ങളും അതുപോലെ തന്നെ ഓഡിയൻസും വളരെ പെട്ടെന്ന് നമുക്ക് ക്രമീകരിക്കാവുന്ന ഒരു സംവിധാനമുണ്ട് എന്നുള്ളത് നാം മറന്നു പോകാതെ ഇരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് വരുന്ന കോൺഫറൻസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഏതെങ്കിലും ഗൾഫ് രാജ്യങ്ങളിൽ വെച്ച് തന്നെ നടക്കത്തക്ക രീതിയിലുള്ള ക്രമീകരണം ഉണ്ടാകുകയാണെങ്കിൽ അവിടെ 2 ദിവസം അവധിയെടുത്ത് പങ്കെടുക്കുന്നവർക്ക് കുറെ കൂടി സൗകര്യം ഉണ്ടായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയുള്ള ക്രമീകരണം ഇതുപോലെ വല്ലപ്പോഴും ഒരിക്കൽ നാട്ടിലെ സുഖകരമായ കാലാവസ്ഥ അനുഭവിക്കുന്നത് നല്ലതാണ്. എന്നാൽ കൂടുതൽ ഉത്തമമായിട്ടുള്ളത് ഗൾഫ് മേഖലയിൽ തന്നെ ഇത് നടക്കുന്നതാണെന്നുള്ളത് കൂടി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിവന്യ കൂർലോസ് തിരുമേനി, അഭിവന്യ
Yuhanamar Polycarpus Tirimeni, our chief guest, His Eminence Mar Makarios, Greek Orthodox Church Archbishop, GOICയുടെ ഭാരവാഹികളെ, OCYMന്റെ ഭാരവാഹികളെ, വിവിധ രാജ്യങ്ങളിൽ നിന്ന് കടന്നു വന്ന പ്രതിനിധികളെ, നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ കർത്തൃനാമത്തിൽ വന്നത്. ഇന്നത്തെ ഒരു ദിവസത്തിന് വേണ്ടി ഇന്നലത്തെ ഒരു ദിവസത്തിന് വേണ്ടി വളരെ നാളുകളോളം പ്രാർത്ഥിച്ച് വളരെ പ്രയാസങ്ങളിലൂടെ കടന്നു വന്ന ഒരവസരമാണ് ദോഹ OCYMനെ സംബന്ധിച്ച്. ഈ പ്രദേശം നാം പ്രകൃതി രമണീയമായ ഈ സ്ഥലം തിരഞ്ഞെടുക്കാനുള്ള 1-2 കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ വിഷയത്തെ ആസ്പദമാക്കിയുള്ള സൈലൻസിന്റെ ബ്യൂട്ടി അത് ആസ്വദിക്കുവാനും നമ്മുടെ മൺമറഞ്ഞുപോയ പരിശുദ്ധ കാതോലിക്ക ബാവ, ഏഞ്ചൽ ബാവ എന്ന് നമ്മൾ വിളിക്കുന്ന മാത്യുസ്തുതിയം ബാബയുടെ നാമധേയത്തിൽ പണിയെടുപ്പിച്ചിട്ടുള്ള ഈ ദേവാലയം ഇന്നും നമ്മുടെ ഇടവകങ്ങൾക്ക് പലർക്കും അറിയത്തില്ല. NREക്കാരായ പലരും ഇന്ന് മറ്റു കോളേജുകളെ ആശ്രയിക്കുമ്പോൾ നമ്മൾ അതിനെ പരിചയപ്പെടുത്തുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഇന്നിവിടെ തിരഞ്ഞെടുക്കാൻ ഞങ്ങളെ നിർബന്ധിതരാക്കിയത്. പല പരിമിതികൾ നമുക്കിവിടെ ഉണ്ടായിരുന്നു. ഈ സ്ഥലം ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു. എങ്കിലും ആ വെല്ലുവിളികളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ട് ഇത് ഇന്നത്തോളം നടത്തുവാൻ സാധിച്ചു എന്ന കാര്യത്തിൽ ദൈവത്തെ ആദ്യമേ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഖത്തറിൽ മാത്രം കോൺഫറൻസ് നടത്താത്ത സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷം വളരെ നിർബന്ധിച്ച് ഞങ്ങൾ ഈ കോൺഫറൻസ് ഏറ്റെടുക്കുകയായിരുന്നു. ഖത്തറിലെ പ്രത്യേക സാഹചര്യം പരിഗണിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം ഇത് നടക്കാൻ സാധിച്ചില്ല. വീണ്ടും പല തവണകളായി ഞങ്ങൾ ആലോചിച്ചു. വീണ്ടും കേരളത്തിൽ എവിടെയെങ്കിലും നടത്താൻ തീരുമാനിച്ചു. ഞങ്ങളുടെ പ്രതിനിധികൾ 100-600 അംഗങ്ങൾ പങ്കെടുക്കും. അങ്ങനെയുള്ള ഒരു സാഹചര്യം പരിമലയിലോ മറ്റുള്ള എവിടെയെങ്കിലും അതിനുള്ള താമസ സൗകര്യം ഇല്ലാത്തത് മൂലം ഈ പ്രകൃതി രമണീയമായ സ്ഥലം നാം തിരഞ്ഞെടുക്കുകയാണ്. നാം ഓർക്കണം, പ്രകൃതി പോലും നമുക്ക് അനുകൂലമായി ഇന്ന് മാറി തന്നു. ഞങ്ങളെ സംബന്ധിച്ച് വളരെ ആശങ്കയുണ്ടായിരുന്നു, മഴയായിരിക്കും അല്ലെങ്കിൽ മറ്റേ ബുദ്ധിമുട്ടുള്ളത്. പക്ഷേ പ്രകൃതി പോലും ഈ പതാക ഈ സമ്മേളന നഗരത്തിൽ ഉയർത്തേണ്ട പതാക പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഖബറത്തിൽ നിന്ന് കത്തിച്ച് ഞങ്ങൾ കൊണ്ടുവരുമ്പോൾ, പതാക അവിടുന്ന് വാഴ്ത്തി കൊണ്ടുവരുമ്പോൾ ഭയങ്കര മഴയായിരുന്നു. എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ, പഴയ സെമിനാരി വരെ വന്നപ്പോൾ മഴയെ മാറ്റി നിർത്തിയ ഒരു ദൈവം ഈ കോൺഫറൻസ് വിജയിപ്പിക്കുവാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പരിശുദ്ധ പിതാക്കന്മാരോട് പലതവണ ഞങ്ങള് ഈ കാര്യങ്ങളുമായിട്ട് ആലോചിച്ച് ഒക്കെയാണ് ചെയ്തിരുന്നത്. പല തെറ്റുകളും കുറ്റങ്ങളും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷെ നമുക്കറിയാം, ഞങ്ങൾ അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നു, ഇവിടവുമായിട്ട് ബന്ധപ്പെടുന്നതായ ചില സാഹചര്യങ്ങൾ ഉണ്ടായി. അതിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ അവസരത്തിൽ ഈ കോൺഫറൻസിന് വേണ്ടി ക്ഷമ ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുവാൻ ഇവിടെ എഴുന്നള്ളി. പല കാര്യങ്ങളും അദ്ദേഹത്തോട് നേരിട്ടും അദ്ദേഹത്തിന്റെ സെക്രട്ടറി വഴിയായിട്ടും ആശയവിനിമയം നടത്തി വളരെ നല്ല രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള ആൻസേഴ്സ് ലഭിക്കുവാനും അതിനനുസരിച്ചുള്ള റിപ്ലൈ ലഭിക്കുവാനും സാധിച്ചു. പരിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഈ കോൺഫറൻസിൽ പങ്കെടുത്തതിനും ഞങ്ങളോട് കാണിച്ചുള്ള എല്ലാ സ്നേഹ ആദരവുകൾക്കും ഈ കൂടി വന്നിരിക്കുന്ന ഏവരുടെയും നാമത്തിൽ അങ്ങയുടെ തൃപ്പാദത്തിൽ ഈ അവസരത്തിൽ അങ്ങയുടെ അസാന്നിധ്യത്തിൽ ഞങ്ങൾ ഏവരുടെയും നാമത്തിൽ സമർപ്പിക്കുകയാണ്. പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് യുഹാനമാർ പോളിക്കാർപ്പസ് തിരുമേനി ഇന്നലെ മുതൽ ഇന്ന് വരെ ഈ പ്രോഗ്രാം ആദ്യോടന്തം സംബന്ധിക്കുന്നു. പല കാര്യങ്ങളും അദ്ദേഹത്തോട് ഞങ്ങൾ ആലോചിച്ചാണ് ചെയ്തിരുന്നത്. ഇന്ന് ദേവാലയത്തില് വരുവാൻ വളരെ ആളുകൾ എണ്ണം കുറഞ്ഞു. അദ്ദേഹം വളരെ ശാസിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ തിരുമേനി ഒരു കാര്യം ഓർക്കണം, ഇന്നലെ വെളുപ്പിന് 4 മണിക്ക് ഇറങ്ങിയ ആൾക്കാരുണ്ട്.
കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നവരുണ്ട്. ഇവരെല്ലാം വന്ന് ഹോട്ടലിലാണ് താമസിക്കുന്നത്. അവരെ കൊണ്ടുവരുവാൻ ഒരു ബസ്സേ ഉള്ളൂ. അപ്പോൾ അവർ ഒരുങ്ങി വന്നതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. സദയം ക്ഷമിക്കണം. അങ്ങയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നന്ദി രേഖപ്പെടുത്താൻ ഈ അവസരത്തിൽ ഞാൻ ഉപയോഗിക്കുകയാണ്. യുവന പ്രസ്ഥാനത്തിന് ഒരു ദിശാബോധം വരുത്തിയ പ്രസ്ഥാനം പ്രസിഡന്റ് അഭിമന്യ പോളിക്കോമസിൽ എനിക്ക് എല്ലാവിധമായ നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. അഭിമന്യ കൂർലോസ് തിരുമേനി ഖത്തർ ഇത് ഏറ്റെടുത്ത് നടക്കുമ്പോൾ ഇതിന്റെ പേട്രനാണ്. അദ്ദേഹം അവിടെ എഴുന്നള്ളിയ അവസരത്തിലാണ് ഈ പ്രോഗ്രാം അദ്ദേഹത്തിന്റെ ഡയറിയിൽ കുറിപ്പിക്കുന്നത്. 29, 30 തീയതികളിൽ ആദ്യം നമ്മൾ 3 ദിവസമാണ് ഈ പരിപാടി പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷെങ്കിൽ ഈ പ്രതിനിധികളുടെ അസൗകര്യം 15-20 ദിവസത്തിലേക്ക് വരുന്ന ആളുകൾ ഈ 3 ദിവസം ഇവിടെ വിനിയോഗിക്കാൻ കഴിയത്തില്ല എന്നുള്ള ഉത്തമ ബോധത്തോടുകൂടി അത് 2 ദിവസത്തേക്കോടുകൂടി ചുരുക്കി. പിന്നെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ 2 ദിവസത്തേക്ക് ഒതുക്കുകയായിരുന്നു. അങ്ങനെ അഭിമന്യ കൂർലോസ് തിരുമേനിയോടും പലതവണ ഞങ്ങൾ പല കാര്യങ്ങൾ ഫോണിൽ കൂടി നിരന്തരമായി ബന്ധപ്പെട്ടു. ചില തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഇതിന്റെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അവിടേക്കൊന്നും ഇവിടെ നിന്നാണ് ഈ ചില കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. സദയം ക്ഷമിക്കുക. പരിശുദ്ധ അഭിമന്യ തിരുമേനി ഞങ്ങളുടെ ഖത്തറിന്റെ അഭിമാനമാണ്. ബോംബെ ഭദ്രാസനത്തിന്റെയും മലങ്കര സഭയുടെയും സീനിയർ മെത്രാപ്പൊലീത്ത എന്ന നിലയിൽ അതേ ഞങ്ങളോട് കാണിച്ചിട്ടുള്ള സ്നേഹ ആദരവുകൾക്ക് നന്ദിയും സ്നേഹവും ഈ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. Our chief guest is Eminence Mar Makarios, Archbishop of Qatar. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ അദ്ദേഹത്തെ ക്ഷണിക്കുവാൻ പോയത്. ഇന്നിപ്പോ ഖത്തറിലെ പല കാര്യങ്ങൾക്കും നമുക്ക് ഒഫീഷ്യൽ ലെവലിൽ സാധിക്കണമെങ്കിൽ അദ്ദേഹം ത്രൂ പോയാൽ സാധിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് പരിശുദ്ധ നമ്മുടെ ഓർത്തഡോക്സ് സഭയുമായിട്ട് ഒരു ബന്ധം ഞാൻ മനസ്സിലാക്കുന്നത് പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി ജെറുസലേം ഇനി സന്ദർശിക്കുന്നുണ്ട്. അത് ഇതിനൊരു മുഖാന്തരമായിട്ട് തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു ഫോറിൻ ബിഷപ്പിനെ നമ്മൾ കൊണ്ടുവന്നത് ഖത്തറിലെ കാര്യങ്ങൾ നമ്മുടെ സഭയുമായിട്ട് ബന്ധപ്പെടുത്തി ചെയ്യുവാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ നമ്മുടെ യോഗം ഓഡിയൻസിന്റെ എണ്ണം കുറഞ്ഞു പോയെന്നുള്ള യാഥാർത്ഥ്യമാണ്. എങ്കിലും ഇന്ന് അദ്ദേഹം വൈകിട്ട് പരിമലത്തിന്മേലയുടെ കപടമുള്ള പരിമലയിലാണ് പോകുന്നത്. നാളെ അദ്ദേഹം നേണത്ത് പള്ളിയിൽ ഒരു വലിയ സ്വീകരണം നൽകപ്പെടുന്നു. ചുറ്റുപാടുമുള്ളവരെല്ലാം ഞായറാഴ്ച കുർബാനയെ പങ്കെടുക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. അതിനുശേഷം കോട്ടയത്തെ ദേവലോകം, അതിനുശേഷം എറണാകുളം, അങ്ങനെ 2-ാം തീയതി അദ്ദേഹം കൽക്കട്ടയിലേക്ക് തിരിച്ചു പോകുന്നു. സെമിനാരി സന്ദർശിച്ചതിന് ശേഷം അദ്ദേഹം 2-ാം തീയതി ഗ്രീക്ക് കമ്മ്യൂണിറ്റി ആൾക്കാർ കൽക്കട്ടയിലുണ്ട്. അവരെ സന്ദർശിക്കുവാനായിട്ട് അവിടെയും പോകുന്നു. തിരിച്ച് അദ്ദേഹം പോകും. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വിസിറ്റ്. വിവിധ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്ക, UK, UAE, ഖത്തർ, ഒമാൻ, സൗദി അറേബ്യ, ബഹ്റൈൻ എല്ലാ രാജ്യങ്ങളിൽ നിന്ന് 1-2 അവരുടെ സാന്നിധ്യം കൊണ്ടും അവരുടെ സംഭാവന കൊണ്ടും ഞങ്ങളെ പ്രാർത്ഥന കൊണ്ടും സഹകരിച്ച നിങ്ങളുടെ ഏവരോടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് സദയം ക്ഷമിക്കണമെന്നുകൂടി ഈ അവസരത്തിൽ ഓർപ്പിക്കുകയാണ്. കടന്നു വന്ന എല്ലാവരെയും ഈ മീറ്റിംഗിന്റെ പേരിൽ OCYM-ന്റെ പേരിൽ ഞാൻ ഈ അവസരം നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ ഓർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുകയാണ്. ഈ കോളേജിൽ വെച്ച് ഈ പ്രോഗ്രാം നടത്തുന്നതിന് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ച 2-3 വ്യക്തികളുണ്ട്. ഒന്ന് ബഹുമാനപ്പെട്ട ജോൺ ചെറുത്തച്ഛൻ ഈ കോളേജിന്റെ ഡയറക്ടറാണ്. എല്ലാ കാര്യങ്ങൾക്കും ഒരു വീട്ടിലെ കാരണവർ എന്ന നിലയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന ബഹുമാനപ്പെട്ട അച്ഛ, വളരെ നന്ദിയുണ്ട് ഞങ്ങൾക്ക്. വേറെ ഒരാള് അടുത്തത് ഫാദർ കുരുള പെരുമാൾ ചാക്കോ. ബഹുമാനപ്പെട്ട അച്ഛനെ ഇവിടെ ഒന്നും കാണാനില്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു 3-4 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല. ഇത്ര അധ്വാനിച്ച് ഈ പ്രോഗ്രാം വിജയിപ്പിക്കുവാൻ വേണ്ടി സഹകരിച്ച ഒരു വ്യക്തിയെ ഞങ്ങൾ കണ്ടിട്ടില്ല. ബഹുമാനപ്പെട്ട അച്ഛ, വളരെ നന്ദിയുണ്ട്. മലങ്കര സഭയ്ക്ക് അഭിമാനമുണ്ട്. അദ്ദേഹത്തെ പോലുള്ള ആൾക്കാരെ നമ്മുടെ ഇവിടെ സ്ഥാപനങ്ങളിൽ നിർത്തിയാൽ അത് ദൈനംദിനമായി അത് വിജയിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ബഹുമാനപ്പെട്ട പെരുമാളത്തിനുള്ള നന്ദി ഈ അവസരം രേഖപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട രാജൻ ജോർജ് പണിക്കർ സാർ, അദ്ദേഹം ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഞങ്ങൾക്ക് സഹായം ചെയ്തു. ഈ കോളേജുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരോടുള്ള നന്ദിയും സ്നേഹം നിർത്തുന്നു. ആരുടെയെങ്കിലും പേരുകൾ വ്യക്തിപരമായിട്ട് വിട്ടുപോട്ടെങ്കിൽ സദയം ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്
എല്ലാവരോടും GOIC അത്രയെങ്കിലും നൽകി സ്വീകരിച്ചില്ലെങ്കിൽ അത് ഞങ്ങൾക്കൊരു കുറ്റബോധമായിരിക്കും. തീർച്ചയായിട്ടും GOICയുടെ എല്ലാ കമ്മിറ്റി അംഗങ്ങൾ, ഞങ്ങളുടെ ട്രസ്റ്റി വന്നിട്ടുണ്ട്, പള്ളിയിൽ നിന്ന് ദോഹയിൽ നിന്ന് എക്സ് ഖത്തറിലുള്ള ആൾക്കാരുണ്ട്. എല്ലാവരോടുള്ള ദൈവനാമത്തിൽ നന്ദി രേഖപ്പെടുത്തി നിർത്തുന്നു. നന്ദി, നമസ്കാരം. May the Lord Jesus Christ bless you all. Irini imin, irini idomi imin, o Θεός μαζί σας. Thank you very much.